നമുക്ക് സിഹറുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒറ്റ ഗ്ലാസ് വെള്ളം മതി. ഈ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിങ്ങൾക്കറിയാൻ കഴിയും എനിക്ക് സിഹർ തന്നെയാണോ, എനിക്കാരെങ്കിലും കൂടോത്രം ചെയ്തതാണോ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലേക്ക് ആരെങ്കിലും മൂർത്തി വിട്ടതാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണം. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും സിഹർ പോലുള്ള പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണോ. ഒറ്റ ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ഈ കാര്യം ഒന്ന് ചെയ്തു നോക്ക്, ഈ ഒരു കാര്യം ചെയ്തു നോക്ക്. നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മൂർത്തിയോ എന്തെങ്കിലും സിഹർ സംബന്ധമായ പ്രയാസങ്ങളോ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വീട്ടിലിരുന്നു കൊണ്ട് ആരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു അമൽ ഇൻഷാ നമുക്ക് പറയാം. എല്ലാവരും കേട്ട് ഇത് വീട്ടിൽ തന്നെ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സിഹർ സംബന്ധമായ പ്രയാസങ്ങളും അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ സംശയങ്ങളും ചോദിച്ച് മെസ്സേജുകൾ അയക്കുന്നവർ, വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുന്നവർ, കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുന്നവരുണ്ട്. നമ്മൾ ഈ ഇടയായിട്ട് സിഹറിന്റെ കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് സിഹർ ഏൽക്കുക, ആരാണ് നിങ്ങൾക്ക് സിഹർ ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ആള് ആരാണ്, നിങ്ങൾക്ക് സിഹർ ചെയ്ത ആളെ തിരിച്ചറിയാനുള്ള നിങ്ങൾക്ക് കാണാനുള്ള അമൽ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് സിഹർ ബാത്തിലാക്കേണ്ടത് അതും നമ്മൾ പറഞ്ഞിരുന്നു. അതിലും ധാരാളം ആളുകൾക്കുള്ളൊരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് സിഹർ തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട്. പക്ഷേ അടയാളങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ക്ഷീണുണ്ട്, എല്ലാത്തിനും ഒരു മടി, ഒരു അലസത, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഒരു തോന്നല്, ഒരു തനിച്ചിരിക്കാനൊക്കെ ഒരു തോന്നല്, ശരീരത്തിൽ വല്ലാതൊരു ചുട്ടുപൊള്ളൽ, ശരീരത്തിൽ വല്ലാണ്ട് വേദനകൾ, കിടപ്പുകളിൽ വേദന, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, എല്ലാത്തിനും മടിച്ചിരിക്കാം, ഇബാദത്ത് ചെയ്യാൻ തോന്നുന്നില്ല, ഖുർആൻ ഓതാൻ തോന്നുന്നില്ല, നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഒരു കാര്യം നല്ല കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നില്ല, കുളിക്കാൻ തോന്നുന്നില്ല, കുളിക്കണില്ല, ദിവസങ്ങളായി കുളിക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ സിഹറിന്റെ ലക്ഷണങ്ങളാണ്. എപ്പോഴും ഉറങ്ങാൻ തോന്നുക, ഉറങ്ങുന്ന സമയത്താണെങ്കിലോ ദുസ്വപ്നങ്ങൾ കാണാം. ഇനിയും ധാരാളം ലക്ഷണങ്ങളുണ്ട്. വിശപ്പില്ലായ്മ, ചില ആളുകൾക്ക് കൂടുതൽ വിശപ്പായിരിക്കും, ചില ആളുകൾക്ക് വിശപ്പില്ലായ്മ, മാംസം കഴിക്കാൻ തോന്നാതിരിക്കുക, ഇറച്ചി മീനുള്ള പോലുള്ള മാംസാഹാരങ്ങൾ കഴിക്കാൻ തോന്നാതിരിക്കുക കഴിയണില്ല. ചില ആളുകൾക്കാണെങ്കിൽ കൂടുതൽ കഴിക്കാൻ ഒരു ഉന്മേഷം, എപ്പോഴും വിശപ്പ്. കുറേ ലക്ഷണങ്ങളുണ്ട്. ഒരാൾക്ക് സിഹറേറ്റ് കഴിഞ്ഞാൽ, എന്തെങ്കിലും മൂർത്തിയുടെ പ്രയാസങ്ങൾ ഏറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഏറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാഗസർപ്പത്തിന്റെയോ നാഗത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറേ ലക്ഷണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊന്നും പറഞ്ഞ് ഈ ഒരു മജ്‌ലിസ് നമ്മൾ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അതിലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. വേറെ ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ സിഹർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട്, ഒരു ഗ്ലാസ് വെള്ളം മതി, ആരെ സഹായം വേണ്ട, എൻ്റെ അടുത്തേക്കും വരണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്യണ്ട, സിഹറിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക്. ഇത് മുജറബാണ്. ധാരാളം ആളുകൾക്ക് ചെയ്തിട്ട് വലിയ റിസൾട്ട് കിട്ടിയ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാനത് ചെയ്തു, അപ്പൊ തന്നെ എനിക്ക് അങ്ങനെ ഉണ്ടായി. എനിക്ക് സിഹറുണ്ട്. നിങ്ങൾ ആരടുത്ത് പോയി കണക്കും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ആരടുത്തും പോകണ്ട. നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന
പറയുന്ന കാര്യങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് ആ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റിസൾട്ട് കിട്ടും. അപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഏതാണ് അമൽ നമുക്കൊന്ന് പറഞ്ഞാലോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചെയ്യാം. ആദ്യം മുതൽ അവസാനം വരെ വീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് ചൊല്ലേണ്ടത് നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നേരിട്ട് വിളിച്ചുകൊണ്ട് ബന്ധപ്പെടുന്നവര്, ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര്. തങ്ങളെ, ഞങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങളുണ്ട്, ഞങ്ങളെ ജീവിതം വലിയ പ്രയാസവുമായിട്ട് വലിയ പ്രതിസന്ധിയുമായിട്ട് വഴിമുട്ടിപ്പോയവരാണ്, ഇതിനെന്തെങ്കിലും പരിഹാരം നിങ്ങൾ പറഞ്ഞു തരുമോ? തങ്ങളെ നേരിട്ട് വന്നൊന്ന് കാണണമായിരുന്നു. എവിടേക്കാണ് വരേണ്ടത്, ഏത് ദിവസമാണ് വരേണ്ടത്? ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര് ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. ആരും ബുക്ക് ചെയ്യാതെ വരരുത്. ഒരു വട്ടം വന്നവര്, രണ്ടു വട്ടം വന്നവര്, അവർക്ക് വഴി അറിയാം, അവർക്ക് എവിടെയാണ് വീടെന്നറിയാം. വിളിച്ച് പറയാതെ വരുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ആരും അങ്ങനെ വരരുത്. കാരണം ഇവിടെ 2 ദിവസമാണ് ആഴ്ചയിലുണ്ടാവുക, തിങ്കളാഴ്ചയും ശനിയാഴ്ചയും. ഈ 2 ദിവസങ്ങളിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പരിശോധിക്കേണ്ട ആളുകളെ പരിശോധിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ബലാകളും അല്ലാഹുവിനെ തീർത്ത് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വിജയം നൽകണം. അല്ലാഹ് സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണം. അല്ലാഹ് മാക്രീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണം. അല്ലാഹ് ഫതാനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണം. അല്ലാഹ് ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം. അല്ലാഹ് എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും അല്ലാഹു ഞങ്ങളെ തൊട്ട് നീ വിദൂരത്താക്കണം. അല്ലാഹ് നീ വിദൂരത്താക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമല്? കുറച്ച് വെള്ളെടുക്കുക. ചില ആളുകളൊക്കെ പറയാറുണ്ട്, തങ്ങളെ ഞങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങളുണ്ട്. ചിലപ്പോൾ ഞങ്ങളെ സംശയമാവാം സിഹ്ർ തന്നെയാണോ, ഞങ്ങൾക്ക് ആരെങ്കിലും ഒരു പണി തന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൂർത്തി ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നാഗസർപ്പത്തിന്റെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ, അല്ലെങ്കിൽ സർപ്പദോഷത്തിന് എന്തെങ്കിലും പ്രയാസം ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ, ബ്രഹ്മരസത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഞങ്ങളുടെ ഭൂമിക്കോ ഞങ്ങളുടെ ശരീരത്തിലോ അത് ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു അമല്. ചില ആളുകളൊക്കെ ഒന്ന് വീഴുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുമ്പോഴേക്കും എനിക്കാരോ ചെയ്തതാണ്, എനിക്കാരോ ഒരു പണി തന്നതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരിത് ചെയ്യും. സംശയമുള്ളവർ ചെയ്യും. ഇത് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് സിഹ്റുണ്ട്. ഉറപ്പിച്ചോ. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആവുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന രീതിയിൽ ഇത് ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് സിഹ്റുണ്ട്. അപ്പോഴാണ് അതിന്റെ പരിഹാരം നിങ്ങൾ തേടേണ്ടത്. അതിനുള്ള ചികിത്സകളും അതിനുള്ള കർമ്മങ്ങളും നിങ്ങൾ തേടേണ്ടത്. അല്ലാഹു ഞങ്ങളെല്ലാ പ്രയാസവും നീ മാറ്റി നൽകണം. അല്ലാഹ് എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹ് നീ തീർത്ത് നൽകണം. അല്ലാഹ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഇപ്പം ഈ മജ്‌ലിസ് കേട്ടുകൊണ്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അത്രയും സ്ലോവില ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. വലിച്ചു നീട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് ഒരു 7 പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓതി കഴിഞ്ഞതിന് ശേഷം ആ വെള്ളത്തിലേക്ക് 3 പ്രാവശ്യം കൊണ്ടിരിക്കുക. പിന്നീട് ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു ആയത്തിനെ ഇൻഷാ അല്ലാഹ് ഒരു 17 പ്രാവശ്യം ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. എല്ലാവരും അത് നോക്കി എൻ്റെ കൂടെ ഓതി. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ എന്ന ഈ ഒരു ആയത്ത് 17 പ്രാവശ്യം
ഒന്നുകൂടി നോക്കിക്കോ. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വാഇഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഈ ഒരു ആയത്തിനെ 17 പ്രാവശ്യം ഓതി ആ വെള്ളത്തിലേക്ക് ഇശ്ഫി. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും 3 പ്രാവശ്യം ഇശ്ഫി 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 ചെയ്തോ. മൂന്നാമതായിട്ട് ഈ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം ബിസ്മില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം ഓതി ഇശ്ഫി എന്ന് പറഞ്ഞ് വെള്ളത്തിൽ മന്ത്രിക്കുക. പിന്നീട് ഒരു 3 പ്രാവശ്യം ഈ ഒരു കാര്യം സഅൽതുക യാ ഹാദൽ ജസദ് ഒരു 3 പ്രാവശ്യം വെള്ളത്തിൽ ഓതി മന്ത്രിക്കുക. പിന്നീട് അൻതുൽഹിറ മാ ഫീക മിൻ സിഹ്രിൻ വൻതുഖ്രിജഉ മിനൽ മഖ്റജിൽ മുഅ്താദ് ഫീ ഹാലിസ് സിഹ്ഹതി വൽ ഇഅ്തിയാദ്. ഈ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം ഓതി ആ വെള്ളത്തിൽ മന്ത്രിച്ചതിന് ശേഷം ഇത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. ഒരക്ഷരത്തെറ്റില്ലാതെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഓതി. എല്ലാം നിങ്ങൾക്ക് ഓതാൻ അറിയില്ല, ഞങ്ങൾക്ക് ഓതാൻ അറിയില്ലല്ലോ, കിട്ടണില്ലല്ലോ, എൻ്റെ കൂടെ ഓതുക. അല്ലെങ്കിൽ അക്ഷരത്തെറ്റുണ്ട് എങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഓതി വെള്ളത്തിൽ മന്ത്രിപ്പിക്കും. ഓതാൻ അറിയുന്നവരോട് എല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓതാൻ അറിയുന്നവരെ കൊണ്ട് ഓതിപ്പിച്ചിട്ട് അതിൻ്റെ എണ്ണവും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ടല്ലോ. ആ എണ്ണത്തിൽ നിങ്ങളാണെങ്കിൽ ഓതുന്നെങ്കിൽ നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഓതിപ്പിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞ് ആ എണ്ണത്തിൽ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കുടിച്ചാൽ നിങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വയറ്റുന്നു പോകും, ഖലായിലേക്ക് പോകും, ഒന്നൊക്കെ മൂത്രിച്ചു പോകും, അല്ലെങ്കിൽ കാഷ്ടിച്ചു പോകും, അല്ലെങ്കിൽ ഛർദിക്കും. ഛർദി അത് വിരളമാണ്, കുറവാണ്ടാവും. ഏറ്റവും കൂടുതലായിട്ട് മൂത്രിക്കലും കാഷ്ടിക്കലുമാണ്. കാഷ്ടിക്കാനും തോന്നും, അപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടാകും കാഷ്ടിക്കാൻ തോന്നാൻ, കാഷ്ടിക്കാൻ പോവാനൊരു ടെൻഡൻസി, ഒരു തോന്നല്, അത് കാഷ്ടിച്ചു പോകും, അല്ലെങ്കിൽ മൂത്രിച്ചു പോകും. അപ്പോൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് സിഹ്ർ ഏറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് മൂർത്തി നിങ്ങളെ ശരീരത്തിലേക്ക് വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട്, അല്ലെങ്കിൽ സർപ്പദോഷത്തിന്റെ പ്രയാസമുണ്ട് എനിക്ക്, അല്ലെങ്കിൽ നാഗസർപ്പത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, അതിന്റെ മൂർത്തി ഞങ്ങളുടെ ശരീരത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഇല്ലേ, നിങ്ങൾക്ക് 1 മണിക്കൂറും അല്ലെങ്കിൽ 2 മണിക്കൂറും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തില്ല, മൂത്രിക്കാനോ കാഷ്ടിക്കാനോ തോന്നൂല, നിങ്ങൾ ചെയ്യുകയുമില്ല. ഇത് കുടിച്ച്, വെള്ളം കുടിച്ച് ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മൂത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ കാഷ്ടിക്കാൻ പോവാൻ തോന്നും, കാഷ്ടിക്കും ചെയ്യും. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോ, എനിക്കാരോ ഒരു വലിയൊരു പണി തന്നിട്ടുണ്ട്, എനിക്ക് വലിയ സിഹ്ർ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഇടത്തായിട്ട് സിഹ്ർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറയാനുള്ള കാരണം സിഹ്ർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ക്രോഡീകരിച്ച് പറയാൻ കാരണം ധാരാളം ആളുകൾ സംശയം ചോദിക്കുന്നവരുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ച ഞാൻ ഇവിടെ കൺസൾട്ടിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ധാരാളം സംശയങ്ങളാണ്. എനിക്കാരാണ് സിഹ്ർ ചെയ്തത്? നമ്മൾ പറഞ്ഞിരുന്നു ആ വ്യക്തിയെ കാണാനുള്ള അമൽ. ചില ആളുകൾ ചോദിക്കല്, ഞങ്ങളെ എത്രയോ ബാത്തിലാക്കി, എന്നിട്ടും ബാത്തിലാകുന്നില്ല. അതിന് ചെയ്യേണ്ട ഒരു അമൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ആളുകൾ ചോദിക്കാറുള്ളത്, ഞങ്ങൾക്കാരാണ് സിഹ്ർ ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ആള്? അത് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ സിഹ്ർ സംബന്ധമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങളാണ്. ഇനിയും ചോദ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു മജ്‌ലിസിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. മറ്റൊന്നുമല്ല, സിഹ്ർ ബാത്തിലായാൽ അത് ബാത്തിലായി നമ്മളെ ശരീരം കാണിക്കുന്ന അടയാളങ്ങൾ, ലക്ഷണങ്ങൾ അത് നമുക്കറിയണം അല്ലേ? അത് നമുക്കറിയണം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിഹ്ർ നമുക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളത്. ഞങ്ങൾ പല ഭാഗങ്ങളിൽ പോയി അത് ബാത്തിലാക്കി, അത് ബാത്തിലായിട്ടുണ്ടോ ഇല്ലേ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം എന്ന് പറയുന്ന ആളുകളുണ്ട്, എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള മജ്‌ലിസ് അടുത്ത മജ്‌ലിസ് അവർക്കുള്ളതാണ് ബാത്തിലായി നമ്മളെ ശരീരം കാണിക്കുന്ന അടയാളങ്ങൾ. ഇന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചെയ്യാം.
എല്ലാവരും ചെയ്യാം. സംശയമുള്ളവര്, സംശയമില്ലാത്തവര് ഒക്കെ ചെയ്യാം. ഇത് ഒളിഞ്ഞു കിടക്കുന്നതാണെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്താതെ, അല്ല നമുക്ക് തടസ്സങ്ങളുണ്ട്, ശാരീരികമായിട്ട് നമുക്കൊരു പ്രയാസമില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളാണ്. ഒന്നും നമുക്ക് അടുക്കുന്നില്ല, ഒരു ഹൈറുകളും നമ്മളെ കൊണ്ട് അടുക്കുന്നില്ല. അവരിത് ചെയ്തു നോക്കി, എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന സിഹറുണ്ടാകും. സിഹറുണ്ടാകും. സിഹർ പല കോലത്തിലാണ്. അത് പറയാൻ നിന്നാൽ കുറേ പറയാനുണ്ട്. എങ്ങനെയാണ് സിഹർ, അതിന്റെ ഉത്ഭവം ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓരോരോ മജ്‌ലിസിലായിട്ട് മുന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അടയാളങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഒരു സിഹറുള്ള വ്യക്തി നമുക്ക് തിരിച്ചറിയാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം മതി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യാം. എന്നിട്ട് ആ സംശയം അത് മാറ്റുക. ചിലപ്പോൾ വെറും ഫോബിയായും, കുറെ ആളുകൾക്ക് ഫോബിയയാണ്, വെറും സംശയം മാത്രമാണ്, ഒരു പേടിയാണ്. സിഹറിന്റെ ഒരു ഫോബിയ, ഒരു പേടി മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ പേടി തീർക്കും, ഇന്ന് ആ ഡൗട്ട് ക്ലിയർ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:30 സയ്യിദിയ മജ്‌ലിസ്, ഈ മജ്‌ലിസിൽ തന്നെ രാവിലെ 5:30 എന്നുള്ളത് നമുക്ക് സുബ്ഹി ഇങ്ങോട്ട് അടുത്ത് വന്നതുകൊണ്ട് 5:45 നമ്മളെ മജ്‌ലിസ് കുറച്ചും കൂടി നീണ്ടു. 5:45 എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.